യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ഒരു അനുഭൂതിയാണ് അല്ലെ. യാത്ര ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ യാത്ര ചെയ്യാൻ. അത് നമ്മളെ പ്രിയപ്പെട്ട ഒരാളെ കൂടെ ആകുമ്പോൾ ഇരട്ടി സന്തോഷമാണ് കേട്ടോ. അപ്പൊ അതാ ഞാനും ഇന്നുമോളും കൂടി ഇന്നൊരു ചെറിയ യാത്ര പോവാണ് കേട്ടോ. ഞങ്ങൾ രണ്ടാളും മാത്രമാണ് ഞങ്ങൾ പോകുന്നത്. എന്റെ ഉമ്മന്റെ കൂടാണ് കേട്ടോ. അപ്പൊ ഉമ്മക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് കൂടെ പോരുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പോരാന്ന് പറഞ്ഞ് പോവാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. അപ്പൊ ഇന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. എനിക്കൊരു സൈഡ് സീറ്റും അതുപോലെ തന്നെ നല്ലൊരു മലയാളം മെലഡി പാട്ടുള്ളൊരു ബസ് ആണെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട, ഞാൻ അവിടെ സെറ്റ് ആയിരിക്കും കേട്ടോ. പറഞ്ഞ പോലെ തന്നെ എനിക്ക് നല്ലൊരു സൈഡ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നല്ല പാട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പിന്നെ അത് കേട്ടാ പിന്നെ ഞാൻ അതിലങ്ങ് വീഴും. പിന്നെ ഇന്ന് ഉമ്മ കൂടെ ഉള്ള ഭാഗ്യം, ഇറങ്ങാനല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അറിഞ്ഞില്ലെങ്കിലും ഏതായാലും ഞങ്ങളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ പുറത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ സൈഡ് സീറ്റിലിരിക്കുന്ന കാറ്റൊക്കെ കൊണ്ട് പുറം കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകാൻ പ്രത്യേക രസമാട്ടോ ബസ്സിൽ ഇങ്ങനെ പോവാന്. അപ്പൊ അതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എന്താ വെച്ചാല് നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മള് ഉമ്മയൊക്കെ എങ്ങോട്ടെങ്കിലും പോകുമ്പോ നമ്മളും ഞാൻ പോരുന്നുണ്ട് എന്നും പറഞ്ഞ് കച്ചറുണ്ടാക്കി നമ്മൾ പോവല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെ കുട്ടികള് നമ്മള് ഉമ്മമാരായപ്പോ നമ്മളെ കുട്ടികളും അങ്ങനെ തന്നെ. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ഇനി ശരിക്കും ഇപ്പൊ നമ്മൾ അവരെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോവുകയും ആവേക്കാണല്ലോ വേണ്ടത്. എന്താ വെച്ചാല് ഇപ്പൊ അവർക്ക് നമ്മളെ കൂടെ യാത്ര ചെയ്യാനായിരിക്കും ഇഷ്ടം. ശരിക്കും അങ്ങനെ അതിന് ഉമ്മമാരെയും ഉപ്പന്മാരെയും ഒക്കെ കൊണ്ടുപോകാനും യാത്ര കൊണ്ടുപോകാനും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ കഴിയുന്നവരുണ്ട്. അല്ലെ അവരായിട്ട് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്റെ കാര്യം ഞാൻ പറയുകയാണ്, നമുക്ക് അങ്ങനെ കഴിയൂല. എന്നാലും ഞാൻ കൂടുതലും എങ്ങോട്ടെങ്കിലും ദൂരയാത്രയൊക്കെ പോവാണെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് കേട്ടോ അധികവും പോവാറുള്ളത്. ഫാമിലി ഒന്നായിട്ട് അങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സിന് നല്ല സന്തോഷാട്ടോ. അപ്പൊ അതാ നമ്മള് പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ കുറച്ച് ദൂരാണ് കേട്ടോ. ഒരു 2-3 ബസ് കയറിയിട്ട് വേണം അവിടെ എത്താൻ. അപ്പോൾ ഉമ്മക്ക് ഇങ്ങനെ പോകേണ്ട ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അങ്ങനെ പോകാന്ന് വിചാരിച്ചാണ്. അങ്ങനെ കുറച്ച് അങ്ങോട്ട് എത്താനായിട്ടുണ്ട്. നമ്മള് കുന്നമംഗലത്തേക്ക് ഫസ്റ്റ് ബസ് കയറിയത്. അപ്പൊ അവിടെ ഇറങ്ങിയിട്ട് വേണം ഇനി നമുക്ക് അടുത്ത ബസ് കയറാൻ കേട്ടോ. അപ്പൊ ഏകദേശം അവിടെ എത്തിയപ്പോഴേക്കും ഇന്നും ആകെ സൈഡായിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ട് രാവിലെ ഭക്ഷണം അവള് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവളങ്ങനെ തിരക്കിട്ടൊന്നും ഭക്ഷണം കഴിക്കൂല. പിന്നെ അവിടെ ഒരു കടയിലൊക്കെ കയറി ഞങ്ങൾ അവൾക്ക് ചായയൊക്കെ വാങ്ങി കൊടുത്തു. പക്ഷെ അവൾ കുടിച്ചില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ബസ്സിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ കയറിയപ്പോ ഈ ബസ്സിൽ ആരും ഇല്ലായിരുന്നു, ബസ് കാലിയായിരുന്നു കേട്ടോ. അപ്പൊ അവള് ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് ഞാൻ അതിലെങ്ങനെയൊക്കെ ഒന്ന് നടക്കാൻ പറഞ്ഞപ്പോ അവളങ്ങനെ ഓടുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2-3 ബസ്സൊക്കെ കയറി ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഉമ്മ അവളെ തോളിലിട്ടിട്ട് അങ്ങനെ നടക്കുകയാണ്. അവള് ക്ഷീണിച്ചുകൊണ്ട് അങ്ങനെ നമ്മളിതാ ഈ സ്ഥലത്ത് പറമ്പിൽപ്പള്ളി മക്കാമിലേക്കാണ് കേട്ടോ വന്നത്, ഫറൂഖിലുള്ള. അങ്ങനെ ഞങ്ങള് അങ്ങോട്ട് മക്കാമിലേക്ക് പോയി. അവിടുന്ന് നമ്മളെ പ്രാർത്ഥനയും കാര്യമൊക്കെ കഴിഞ്ഞ് പിന്നെ അതിന്റെ ബാക്ക് സൈഡിലുള്ള ഒരു പുഴയാണ് കേട്ടോ. ഇത് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വെറുതെ എടുത്തതാണ്. ഒഴുക്കൊന്നുമില്ലാതെ വെള്ളം അങ്ങനെ അവിടെ ഇങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ കെട്ടി നിൽക്കുന്ന വെള്ളമുള്ള ഒരു പുഴ കേട്ടോ. വെള്ളം ഒഴുകുന്നൊന്നുമില്ല. അപ്പൊ അതൊക്കെ കണ്ട് കുറച്ച് അവിടെയൊക്കെ നിന്ന് നമ്മള് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിട്ടോ. ഇങ്ങനെ എവിടെങ്കിലും പോയി വരുമ്പോ മനസ്സിന് നല്ലൊരു സന്തോഷമാണ്. ഈ പ്രാർത്ഥിച്ചൊക്കെ വരുമ്പോ നമ്മളിങ്ങനെ മക്കാമിലൊക്കെ പോയി വന്നാല് നല്ലൊരു സന്തോഷവും സമാധാനവും ഒക്കെ ആണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങള് വിചാരിച്ച് ഏതായാലും ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കാൻ വിചാരിച്ച് ഇന്നും കൂടെ ഉള്ള അവക്കും വിശക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചെറിയൊരു ഹോട്ടലിൽ കയറി കേട്ടോ. അപ്പൊ കുറച്ച് നാടൻ ചോറ് വാഴയിലയില് നാടൻ ചോറായിട്ടോ കഴിച്ചത്, 3-4 കൂട്ടം കറികളൊക്കെ ആയിട്ട്. അപ്പൊ അവളെന്തൊക്കെയോ പറഞ്ഞു ആള് 2-3 ഉരുള ചോറ് കഴിച്ച് അവള് മതിയാക്കി. പിന്നെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് പിന്നെ ഞങ്ങള് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ തിരിച്ച് അങ്ങോട്ട് വേഗം എത്തി. പക്ഷെ തിരിച്ച് വീട്ടിലേക്ക് എത്താൻ കുറെ ടൈം എടുത്ത് ബസ്സൊക്കെ കിട്ടാൻ നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങള് വൈകുന്നേരമൊക്കെ ആയി വീട്ടിലെത്തിയപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ചെറിയൊരു കുട്ടി വ്ലോഗായിരുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.